പോകുന്നത് ഇടിച്ചക്ക വെച്ചിട്ട് എൻ്റേതായ രീതിയിൽ ഞാൻ പരീക്ഷിച്ച് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചു. ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിപ്പട്ടിയിൽ നമുക്ക് കുറച്ച് ഉഴുന്ന പരിപ്പും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇടിച്ചക്കയുടെ ഒരു പകുതി ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഈ കനത്തിൽ പീസാക്കിയിട്ട് ഞാൻ ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതുണ്ടാക്കുന്നത്. നമ്മുടെ ഉഴുന്നെല്ലാം മൂത്തിട്ടുണ്ട്, അതുപോലെ കടുകും പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 5 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുക്കണം. അതൊന്ന് മൂക്കട്ടെ. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കിക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ നമ്മുടെ മുളക് പൊടി ചേർക്കാറില്ല. അതിന് എരിവിനനുസരിച്ചുള്ള പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ വലിയ 3 സവാള, അത് ക്യൂബ്സായിട്ട് അരിഞ്ഞതാണ്, ചെറുതായിട്ടല്ല, നല്ല ക്യൂബ്സായിട്ട് അരിഞ്ഞത് കൂടെയാണ്. അതുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഇതിലേക്ക് വയലാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കും. എന്നിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴങ്ങും. നമുക്കിനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇടിച്ചക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഇടിച്ചക്കയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് അടച്ച് ആദ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മാത്രമേ ഞാൻ മുളക് പൊടി ഇടുന്നുള്ളൂ, അധികം മുളക് പൊടി ഇടുന്നില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമുക്ക് നല്ലതായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ച് ഇനി നമുക്ക് ചക്കയ്ക്കൂടെ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിന് കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യും. നമ്മളങ്ങനെ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കറി ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഒരു ടീസ്പൂൺ, 1.25 ടീസ്പൂൺ മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കാം. എരി നോക്കിയിട്ട് എല്ലാവരും ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് കസ്തൂരി മേത്തിയും കൂടെ ഒരു ഫ്ലേവറിനായിട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇറക്കി
തേങ്ങയുടെ പാലാണ് എടുത്ത് വച്ചിരിക്കുന്നത്. നല്ല അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മുടെ കറി നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക വെച്ചിട്ടുള്ള ഡിഷ് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.